വേദിയുടെ മുൻപിൽ ക്രമീകരിച്ചിരിക്കുന്ന സീറ്റുകളിൽ ഉപവിഷ്ടരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശ്വഭാരതിയുടെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും മുഴുവൻ സദസ്സും വിശ്വഭാരതിയുടെ അതിഥികളാണ്. അവരെ സന്തോഷത്തോടെ ആമോദത്തോടെ എതിരേൽക്കുന്ന സ്വാഗത നൃത്തമാണ് ആദ്യത്തേത്. ഏതാണ്ട് 58 വർഷങ്ങൾക്ക് മുമ്പ് 5, 6, 7 ക്ലാസുകളായുള്ള ഒരു UP സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച് 1982 ഒരു ഹൈസ്കൂളായി ഉയർത്തപ്പെട്ട് 1998 ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെട്ട ഒരു വിദ്യാലയമാണ് ഈ വിശ്വഭാരതി SN ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് ഇവിടെ 1100-ലധികം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്നു. 56-ലധികം ജീവനക്കാർ ജോലിയെടുക്കുന്നു. അക്കാദമിക് രംഗത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചാൽ കഴിഞ്ഞ വർഷം SLCക്ക് 99 കുട്ടികൾ എഴുതുകയും ആ 99 പേരും പാസ്സായിക്കൊണ്ട് 100% വിജയം കൈവരിക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതിലേറെ അഭിമാനകരമായ വിജയം +2 തലത്തിൽ നേടുവാൻ കഴിഞ്ഞു. 86% വിജയത്തോടുകൂടി എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ കിട്ടിയ 2 കുട്ടികൾ, കോമേഴ്സിനും സയൻസിനും അടക്കം 2 കുട്ടികൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ മറ്റ് പാഠ്യേതര രംഗങ്ങളിലും മികവുകളുടെ പടയോട്ടത്തിലാണ് ഈ സ്കൂൾ ഇന്ന്. കായിക രംഗത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് ഉപജില്ലാ തലത്തിൽ റണ്ണേഴ്സപ്പായി ഉയരുവാൻ കഴിഞ്ഞു. സംസ്ഥാന തലത്തിൽ 7 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും 2 കുട്ടികൾ നല്ല നിലയ്ക്ക് സമ്മാനകരായി ഉയർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ നടപ്പാക്കിയ പൈക്ക മത്സരത്തിൽ കടുത്തുരുത്തി ബ്ലോക്കിലെ ചാമ്പ്യൻഷിപ്പ് ആകുവാൻ നേടിയെടുക്കുവാൻ ഞീടൂർ പഞ്ചായത്തിനായതിൽ 99% കുട്ടികളുടെയും പ്രാതിനിധ്യം പങ്കാളിത്തം നമ്മുടെ ഈ സ്കൂളിനാണ് ഉണ്ടായിരുന്നത്. ഏറെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ പാഠ്യമേഖലയിലും പാഠ്യേതര മേഖലകളിലും എല്ലാ നിലയ്ക്കും പുരോഗതിയുടെ പാതയിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 12 കുട്ടികളുടെ അഡ്മിഷൻ ഈ വർഷം ഹൈസ്കൂൾ തലത്തിൽ ഉണ്ടായി എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഈ പഞ്ചായത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഏറെ കുട്ടികൾ പഠിക്കുന്ന, എല്ലാ സ്ഥലങ്ങളിലെ ആകെ കുട്ടികളെക്കാൾ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് ഈ സ്ഥാപനം നിലകൊള്ളുകയാണ്. ഈ സ്ഥാപനത്തിലെ കുട്ടികളുടെ മെച്ചപ്പെട്ട പഠന സൗകര്യത്തിന് വേണ്ടി ശ്രീ ഒലി കുമാരൻ സാർ മാനേജായിരുന്ന കാലത്ത് തുടക്കം കുറിച്ച കെട്ടിടത്തിന്റെ പണിയാണ് ഏതാണ്ട് 4 വർഷമെടുത്താണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 50 ലക്ഷം രൂപയോളം മുതൽ മുടക്കിയാണ് ഈ 2 നില കെട്ടിടം, 5 നില കെട്ടിടത്തിന്റെ പ്ലാനാണ് എടുത്തിരിക്കുന്നത്, 2 നില പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ സ്ഥാപനം SNDP യോഗത്തിന്റെ സ്ഥാപനമാണ് എന്ന നിലയ്ക്ക് തന്നെ SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന, അതുപോലെ തന്നെ മലയാളത്തെ ഭാഷയുടെ മഹാകവിയായിരുന്ന കുമാരനാശന്റെ നാമധേയത്തിലാണ് ഈ കെട്ടിടം അറിയപ്പെടുക. കുമാരനാശൻ മന്ദിരം എന്ന നിലയ്ക്കുള്ള ആ കുമാരനാശൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ പണി ഈ നാട്ടുകാരനായ PG ശിവദാസ് ആണ് ഏറ്റെടുത്ത് നടത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. അക്കാര്യം ഈ സ്ഥലത്തിൽ പ്രത്യേകം പ്രസ്താവിക്കാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. അതുപോലെ സ്കൂളിലെ PTA സംബന്ധിച്ച് സ്കൂൾ PTA നല്ല നിലയ്ക്ക് സഹകരിച്ചാണ് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും KP ദേവദാസ് പ്രസന്റ് ആയിട്ടുള്ള PTA കമ്മിറ്റി അംഗങ്ങളുടെയും PTA-യുടെയും സജീവ സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. PTA-യുടെയും മാനേജ്മെന്റിന്റെയും സംയുക്ത സംരംഭം എന്ന നിലയ്ക്കാണ് ഒരു ഹൈ ജമ്പ് പിറ്റ് കുട്ടികൾക്കായി വാങ്ങി നൽകുവാൻ ഇതിന് കഴിഞ്ഞിട്ടുള്ളത്. അതിലൊട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകരൊക്കെ തന്നെ സംഭാവന നൽകിയിട്ടുണ്ട്. തന്നെ കഴിഞ്ഞ കുറെ കാലമായി MB ഫണ്ട് നമ്മുടെ ഈ സ്കൂളിന് അധികമായി കിട്ടിയിട്ടില്ല. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് നാം മാത്രമേ ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം മുതൽ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി MP അവരുകളെ നേരിൽ കാണുകയും സംഘടനാ തലത്തിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫലപ്രാപ്തിയിലായിട്ടില്ല. അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നമ്മുടെ വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിന്റെ സഹായത്തോടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് അച്ചടക്കത്തിന്റെ കാര്യത്തിൽ നമ്മുടെ വിശ്വഭാരതിയിലെ കുട്ടികൾ ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണെന്ന് ഇത്തരണത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ അധ്യാപകർ തികഞ്ഞ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതിന്റെ മകുടോദാഹരണമാണ്, അതിന്റെ തെളിവാണ് മെച്ചപ്പെട്ട മികച്ച വിജയം. മണി 12:15 കഴിഞ്ഞു. വാച്ചിലെല്ലാം നോക്കി ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പ്രസംഗം നീട്ടുകയില്ല. അതെ, മനസ്സിലായില്ലേ? ഈ പ്രസംഗത്തിനകത്തൊന്നും വലിയൊരു കാര്യമില്ലെന്ന് കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. പ്രവൃത്തിയാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് പ്രസംഗം വേണ്ട, നമുക്ക് പ്രവൃത്തിയാകാം. അതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് പഠിക്കാനാണ്, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള വിചാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. നിങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ട് രക്ഷകർത്താക്കൾ ഇവിടെ അയക്കുമ്പോൾ ഒരു മോൻസി അദ്ദേഹമാണ് നിങ്ങൾക്ക്
ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സൗകര്യം തന്നത്. പ്രത്യേകിച്ചും സമുദായത്തിന് വളരെ അഭിമാനകരമായി പ്രവർത്തിക്കുന്ന സ്കൂളിൽ അഭിമാനകരമായി പഠിക്കുന്ന ഈ കുട്ടികൾക്ക് നിങ്ങളെല്ലാം മിടുമിടുക്കന്മാരായി വളർന്ന് ഉയർന്നു വരണേ എന്നാണ് രക്ഷകർത്താക്കളുടെയും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നിങ്ങൾ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഉപദേശിക്കുന്നതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങളെല്ലാം തന്നെ തന്തമാരും തള്ളമാരും ആകുമ്പോൾ അന്ന് അത് ഈ ഉപദേശിച്ചതിൻ്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കണം. അന്ന് ഇന്ന് ഉപദേശിക്കുമെന്ന് തോന്നുന്നു ഇവനോട് ഉപദേശിച്ച് എവിടുന്ന് ഇറങ്ങി ഏത് പള്ളിയിൽ നിന്ന് വന്നതാണ്, ഇവനും ഒരു പള്ളിയാണല്ല വെള്ളാപ്പള്ളി, ഇങ്ങനെയൊക്കെ ഒരു ഉപദേശികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കും. കാരണം ഇതെല്ലാം ഈ വേഷമെല്ലാം ഞാൻ കെട്ടിയവനാണ്. എന്നിട്ടാണ് അവസാനം ഈ വേഷത്തെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ തുറകളിലും എല്ലാ വേഷങ്ങളും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള എനിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കൾ നിങ്ങൾ വൃത്തിയായി പഠിച്ച് ഉയർന്നു വരാനാണ് രക്ഷകർത്താക്കളുടെ ആഗ്രഹം, നിങ്ങൾ അധ്യാപകരുടെ ആഗ്രഹം. പക്ഷെ ഇപ്പോൾ രക്ഷകർത്താക്കൾ ശിക്ഷിക്കും. ചിലപ്പോൾ നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ അതിന് തക്കതായ പല പല ശിക്ഷകളും. അപ്പോൾ അവരുടെ ഉദ്ദേശം ഞാൻ പഠിക്കുന്ന കാലത്തും എന്നെ അധ്യാപകൻ ബെഞ്ചൊക്കെ നിർത്തി അടിക്കുമായിരുന്നു. സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അധ്യാപകനെ തല്ലണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വിവരക്കേടാണെന്ന് തോന്നി ഞാൻ ചെന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതാനുഭവത്തിൽ അധ്യാപകരെല്ലാം നിങ്ങൾക്കെല്ലാം വേണ്ടി കഷ്ടപ്പെടുന്നത് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അറിയാൻ നിങ്ങൾ വളരെ വൈകിപ്പോകും. അത് വൈകാതെ ഇപ്പോഴേ നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചാണ് ഇവരെല്ലാം കഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് അല്പം ചിട്ടയോടിരിക്കാവുന്ന കുട്ടികളുടെ മുമ്പിലും അല്പം അവിടെ ജയിൽ പോലെ കുറെ പിള്ളേരെ ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ ചാടിപ്പോകരുന്ന കാര്യം പ്രായം അതാണ്. അതുകൊണ്ട് അതുങ്ങളെല്ലാം ഇങ്ങനെ അനങ്ങാതെ നമ്മളെ കണ്ടോ. ഇതൊക്കെ ഞാൻ 23-ാമത്തെ വയസ്സിൽ മാനേജരായാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം. 4000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ മാനേജരായി. ഇന്നിപ്പോൾ നിങ്ങളെല്ലാം കൂടെ എനിക്ക് വേറെ പദവി തന്നതോടുകൂടി ഒരുപാട് സ്കൂളിലെ മാനേജരാണ്. ഒറ്റ മാനേജരായിരുന്ന കാലത്ത്. അതുകൊണ്ട് ഇതെല്ലാം അടവും നയവും കാര്യങ്ങളൊക്കെ ആ പിള്ളേർക്ക് അത്രയും അറിവുള്ളത്. അതുകൊണ്ട് അവരിങ്ങനെ ചക്കരം പിക്കരം ഇങ്ങനെ ചില പറയാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം അടിയിലും വടിയായിട്ടുള്ള ഇടക്ക് നിൽക്കുന്ന അധ്യാപകന്മാരെ ഇങ്ങനെ നിർത്തി എന്നാലേ അവർ നിൽക്കൂ. അവരുടെ ആ ചെറുപ്പിക്കുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അവിടെ പ്രിയമുള്ള ഇവിടെ ഒരെന്നേ പറയാനുള്ളൂ, നിങ്ങളിവിടെ പഠിക്കാൻ വന്നു. പഠിക്കുക. അധ്യാപകരും രക്ഷകർത്താക്കളും പറയുന്ന പോലെ നല്ലൊരു PTA നിങ്ങളെ സഹകരിക്കാം. അവർ തരുന്ന സേവനങ്ങളും സഹായങ്ങളും സ്വീകരിച്ച് 1-ാം നമ്പരായി ഉയർന്ന് വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ എനിക്ക് സാധിക്കൂ. ഇന്ന് എന്നെ ഏൽപ്പിച്ച കുമാരനാശാൻ മന്ദിരം ഉദ്ഘാടനം ചെയ്യാനാണ്. വളരെ സന്തോഷം തോന്നി. വയ്യെങ്കിലും എണീറ്റ് പോകുന്നതാണ് ഞാൻ. കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യ. ആന്റിബയോട്ടിക്സ് അടിച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത് തന്നെ. ആന്റിബയോട്ടിക്സ് അടിക്കുമ്പോൾ രാവിലെ അടിക്കുമ്പോൾ സാധാരണ മറ്റവൻ അടിക്കുന്നത് പോലെ ഇച്ചി വിറവൽ വരും. ജീവിതത്തിൽ അത് മാത്രം അടിച്ചിട്ടില്ല. എന്നാലും ഈ ആന്റിബയോട്ടിക്സ് അടിക്കുന്നതുകൊണ്ട് ഇത്തിരി വിറവൽ വരും. ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ മാറുള്ളൂ. അദ്ദേഹത്തിന് വീട്ടിൽ തരാമെന്ന് പറഞ്ഞു. എന്തോ അവൻ്റെ ഭക്ഷണമാണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യങ്ങളിലൊന്നും ജീവിതത്തിൽ. അങ്ങനെ കുമാരനാശാന്റെ പറ്റി പറയുമ്പോൾ അത് അദ്ദേഹത്തെ പറ്റി എല്ലാം പറയാം. ആശാനെ പറ്റി പറയാനോ ഒന്നും ഉള്ള അറിവ് എനിക്കില്ല. പക്ഷെ ചിലർ പറയും ഇന്ന് വെള്ളാപ്പള്ളി ഗണേശൻ കുമാരനാശാന്റെ കസേരയിലാണ് ഇരിക്കുന്നത്. വിവരങ്ങളല്ലേ പറയണത്. കുമാരനാശാന്റെ കസേര എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിന്റെ ആദ്യകാല സെക്രട്ടറിയാണ് കുമാരനാശാൻ. ആ കുമാരനാശാന്റെ കസേരയിൽ ഇരിക്കാൻ വല്ല യോഗ്യത എനിക്കുണ്ടോ? ആ കസേരയുടെ കാവൽക്കാരനാണ് ഞാൻ. ആ കസേരയുടെ കാവൽക്കാരനായി നിന്നുകൊണ്ട് കുമാരനാശാന്റെ മഹത്വവും മാഹാത്മ്യവും സംഘടനാപാഠവും അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളിലെ വീര കഥകളും അതോടൊപ്പം
ആ ഗാനങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ അടിച്ചമർത്തപ്പെട്ട അവകാശം നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എളിയ കുമാരനാശാന്റെ കസേരയെ കാത്തുരക്ഷിക്കുന്ന കാവൽക്കാരനായി നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു സേവകൻ മാത്രമാണ്. ആ സേവകന് കുമാരനാശ സ്മാരക ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നടത്തുവാൻ ഒരു അവസരം കിട്ടിയത് എനിക്ക് മഹാഭാഗ്യമായി തോന്നി. ആ ഭാഗ്യം ഞാൻ എങ്ങനെ കളയാൻ? ആ ഭാഗ്യം കളയാതിരിക്കാനാണ് ഞാനിവിടെ ഓടിയെത്തിയത്. ഇന്നലെയും മിനിഞ്ഞാന്നും നിങ്ങൾ ഈ നാട്ടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മോൻസി അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്താലാണ് അവിടുത്തെ യൂണിയൻ ഓഫീസിൽ നിങ്ങളൊക്കെ കൂടെ സഹകരിച്ച് ചെയ്തു. പക്ഷെ എല്ലാം മോൻസി, ഞാൻ എനിക്ക് തോന്നുന്നത് ഈ കടുത്തുരുത്തിക്കാരുടെ ഒരു അഹങ്കാരമാണ് മോൻസി ജോസഫ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഈ ചുക്ക് തേരാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞാൽ മോൻസി ഇല്ലാത്ത ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സ്റ്റീഫൻ ജോർജ്. അദ്ദേഹത്തെ 25,000 വോട്ടിന് മലത്തി അടിക്കുന്നത് ഞാൻ വിചാരിച്ചത്. എന്ത് അത്ഭുതമാണ്! നേതാക്കന്മാർ ഇദ്ദേഹത്തെ കണ്ടുപഠിക്കണം. കാരണം സ്ഥാനങ്ങളെല്ലാം കിട്ടുമ്പോൾ വിനിയോഗം കൂടണം. ചെറുക്ക് അങ്ങനെയല്ല, സ്ഥാനം കിട്ടുമ്പോൾ പെടലിയോണ്ടാണ് കയറുകയാണ്. പിന്നെ അവന് വയറ് തള്ളും. പിന്നെ എന്നത്തും കായെന്ന് ജീവിക്കും. തെങ്ങ കിടക്കണ കാ പോലും എന്നാണെന്ന് പറയുന്നത്, കായാണെന്നാണ് പറയുന്നത്. ഈ ലോകത്തൊന്നും വല്ലവരും ജീവിക്കുന്നത്. ഈ മോൻസിക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത വെച്ചാൽ അധികാരം ഉണ്ടായിരുന്ന സ്ഥലത്തും ഇല്ലാത്ത കാലത്തും ജനങ്ങളുടെ ഇറയിൽ ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനതാവായി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് മോൻസിക്ക്, അല്ല കേരള കോൺഗ്രസിന്റെ ഗുണം കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നില്ല. വ്യക്തിപരമായ ഗുണമുണ്ട്. മോൻസി സമ്മതിക്കല്ല കേരള കോൺഗ്രസിന്റെ മാണിയുടെ ഗുണം ഉണ്ടാണെന്ന് ഞാൻ അതൊന്നുമല്ല. കുറെ വ്യക്തിപരമായി രാഷ്ട്രീയപരമല്ല മോൻസിക്ക് കിട്ടുന്നത്. അടുത്തുരത്തിൽ മോൻസിക്ക് കിട്ടുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനഹൃദയത്തിൽ ജീവിക്കുന്നു. ആളുകൾ വിളിക്കുന്നിടത്ത് ചെല്ലുന്നു. ആളുകൾക്ക് എപ്പോഴും അപ്രാപ്യനാണ്. ചിലർ അങ്ങനെയല്ല, MLA ആയി കഴിഞ്ഞാൽ കാറിൽ ഓടണതല്ലാതെ കണ്ടൊരു കാര്യം പറയാനോ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാനോ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ MLAക്ക് ഏത് വഴിയിട്ട് കാണാനും പറയാനും എന്ത് കാര്യം പറയാനും നേടാനും ഒക്കെ സാധിച്ചു തരാനുള്ള വലിയൊരു മനസ്സുള്ള ഒരു ജനകീയ നേതാവാണ് മോൻസി. അതുകൊണ്ടാണ് മോൻസി ഇവിടെ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞങ്ങൾപ്പെട്ട പല ആളുകളോടും തിരക്കുമ്പോഴും ഞാനും വിചാരിച്ചു ഇത്രയും വലിയ വോട്ടോടുകൂടി പുള്ളി ജയിക്കരുതെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം സ്റ്റീഫൻ ജോർജ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് വണക്കം തോന്നുമായിരിക്കും. കാരണം ഉള്ളത് പറയല്ലേ ആവശ്യം. എനിക്ക് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ടൊന്നും നിൽക്കാൻ പോകില്ല. പക്ഷേ ഇവിടുത്തെ ആളുകളുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന കടുത്തത്തിൻ്റെ ഒരു അഹങ്കാരമായി നിൽക്കുന്നു മോൻസി ജോസഫ് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഉള്ളുകൊണ്ട് വളരെ സന്തോഷവും അത് നല്ലൊരു ശൈലിയായി സ്വഭാവമായി രാഷ്ട്രീയക്കാരെടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. എന്നാലും രാഷ്ട്രീയപരമായി ഉയർച്ച ഉണ്ടാകും. ഇന്ന് അഹങ്കാരം എടുത്താൽ ആരും പോകുന്നില്ല. തന്തയെ പോലും അഹങ്കാരം എടുത്താൽ പോകില്ല. മോനെ പൊന്നേന്നൊക്കെ പറഞ്ഞാൽ ഇന്നല്ല ഞങ്ങളൊക്കെ വളർന്നപ്പോൾ അടി തരുന്നതാണ് വളർത്തിയത്. ഇന്നാണെങ്കിൽ മക്കളെ അടിക്കാൻ പോയാൽ നിൽക്കുക. ഒന്നടിക്കും അടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കും. അത് കഴിഞ്ഞാൽ പറഞ്ഞ് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തെളിഞ്ഞു നിൽക്കും. ഇതാണ് കാലസ്ഥിതി. അപ്പോൾ കുറേ കൂടി ആ കാലത്തിനൊത്ത രീതിയിൽ സ്വഭാവങ്ങളും പ്രവർത്തനശീലങ്ങളും മാറ്റി ജനഹൃദയത്തിലേക്ക് കയറി ചെന്ന് അവരോടൊപ്പം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറാകുന്ന നേതാവ് ആരോ ആള് മാത്രമേ യഥാർത്ഥ നേതാവായി വളരാൻ സാധിക്കൂ, വരാൻ സാധിക്കൂ എന്ന് മോൻസി പല നേതാക്കന്മാരെ കാണിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മോൻസിയെ പറ്റിച്ചാണ്ട് ചീത്ത പറഞ്ഞാൽ മോൻസി മിണ്ടുകയല്ല, നല്ലത് പറഞ്ഞാലും മിണ്ടുകയല്ല. പല ആളുകളുണ്ട് ഉടനെ പ്രതികരിക്കുക. മോൻസി ഒരു കാര്യത്തിൽ പ്രതികരിക്കില്ല. ആ പ്രതികരിക്കേണ്ട വിഷയങ്ങൾ അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം. ആരെല്ലാം പലതും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. പഠിക്കുന്ന കാലത്ത് നല്ലൊരു മന്ത്രിയായിരുന്നു. ഈ മന്ത്രിയാകത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നേതാക്കന്മാരെ പറ്റി ഇവിടെ പ്രതിഷേധം തന്നെയാണ് തോന്നുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് വിടുന്നു. ഈ ചിലതെല്ലാം ചത്താലേ കസേര ഒഴിയുള്ളെന്ന് പറഞ്ഞോണ്ട് ഇതിനൊക്കെ ഇട എന്ന് കിട്ടും. മൂക്കി പല്ല് വന്നാലും കിട്ടുക. എവിടെ കിട്ടും? ഈ രാജ്യം ഭരിക്കാൻ കുറച്ച് പലപ്പോഴും ചെറുപ്പക്കാർക്ക് ഒരു അവസരം കൊടുക്കണ്ടേ? കൊടുത്തില്ല. പോട്ടെ, എന്ത് ചെയ്യാനാണ്?
ഏതായാലും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടാത്തതിന് എന്നെ കൊണ്ടുള്ളവർക്ക് ഈ രാജ്യത്ത് നല്ല സൽഭരണം കാഴ്ചവെച്ച ഒരു ചെറുപ്പക്കാരൻ നല്ല ഭംഗിയായി കൊണ്ടുപോകണം. അത് ഒരാളെന്നല്ല, എല്ലാവരും ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് 2.5 കോടിയൊന്നുമില്ല, അവിടെ പുള്ളിയുടെ വലിയ മാതാകം തരാൻ എനിക്കില്ല. എന്നാൽ എനിക്ക് ആ മേഖലയിൽ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട്. വളരെ ഭംഗിയായി കൊണ്ടുപോയി. എന്തുമാകട്ടെ, ഇതെല്ലാം പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചില സ്വകാര്യ ദുഃഖങ്ങൾ സ്വാഗതപ്രാസംഗം പറഞ്ഞ് ഈ MP ഫണ്ട് കിട്ടിയില്ല, അത് തന്നെടുത്ത് ചെന്ന് പരാതികൾ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മനം തന്നില്ല, അതായത് ജോസ് കെ മാണി തന്നില്ലെങ്കിൽ നേരെ മാണിസാറിന് പറഞ്ഞാൽ മതി, പരിഹാരമുണ്ടാവും. നിങ്ങൾ നേരെ വിവരാവകാശത്തിന് ഒരു പെറ്റീഷൻ കൊടുത്താൽ ജോസ് കെ മാണി ആർക്കെല്ലാം എത്ര രൂപ കൊടുത്തു എന്ന് കണക്ക് കിട്ടും. ആ കണക്ക് കൊണ്ട് വേണം പോകാൻ. നമ്മൾ ആരുടെയും കൂടെ എന്നും നിന്നോളാന്ന് ഉറപ്പില്ല. വിവരാവകാശത്തിന് കത്ത് കൊടുക്കണം. കൊടുത്തിട്ട് ഏതെല്ലാം ഈ പള്ളിക്ക് തന്നോ അല്ലേ പള്ളിക്ക് കൊടുത്ത്, വെള്ളാപ്പള്ളി ഇതൊരു പള്ളിയാണല്ലോ, ഈ പള്ളിക്കും ആ പള്ളിക്കും അങ്ങനെ എല്ലാ അമ്പലത്തിനും ഒക്കെ കൊടുത്തത് എത്ര എന്ന് വിവരാവകാശം വഴി ചോദിച്ചാൽ മതി. എല്ലാം കണക്ക് കിട്ടും. ആ കണക്കും കൊണ്ട് മകന് ഒരു കത്ത്, അതിന് ഭാവികളോ പാവം നിലവയിലാണ്, ഇനി 2 കൊല്ലം കഷ്ടിച്ചുള്ളത് തെരഞ്ഞെടുപ്പിനാണ് വന്നത്. 5 കോടി രൂപയുണ്ട്. നീക്ക് 1-2 കോടി രൂപ എന്താ കുഴപ്പം? ഇല്ലാത്തവരല്ലേ കൊടുക്കണം കൂടുതൽ. ഈ ബ്ലോക്കിന് വേണ്ടി പാടും കൊടുക്കും. ഇതിന് മുകളിൽ ഒരു ബ്ലോക്ക് പണിയാനുള്ള കാശ് 10-50 ലക്ഷം രൂപ മാണിക്കത് മാണിയുടെ മകൻ തന്നാൽ എന്ത് കുഴപ്പമില്ലാത്ത ഇടിച്ചു പോവുക. ഞങ്ങളവിടെ തന്നല്ലോ. അർത്തന്റെ പള്ളിയിലെ അതാ സ്കൂളിന്റെ മുകളിൽ പണിയാൻ AK ആന്റണി 25 ലക്ഷം രൂപ അവർ തന്നു. കടച്ചുള്ള സ്കൂളിന്റെ മുകളിൽ ഒരു നില പണിയാൻ AK ആന്റണി 50 ലക്ഷം രൂപ തന്നു. സെന്റ് ജോസഫ് കോളേജിന്റെ മുകളിൽ ഒരു കെട്ടിടം പണിയാനായിട്ട് AK ആന്റണി 25 ലക്ഷം രൂപ ചേർത്തല കൊടുത്തു. അപ്പൊ ഇല്ലാത്തവന് കൊടുക്കണ്ടേ? തന്നില്ലെങ്കിൽ ചോദിക്കണം. 5 കോടി രൂപയുടെ MP ആ MP തന്നില്ല എങ്കിൽ ചോദിക്കുവാനുള്ള ഇച്ഛാശക്തികൾ കാണിക്കണം. പിന്നെ ഒരുപാട് കാശില്ലെങ്കിൽ നിങ്ങളുടെ MLAയ്ക്കും 1 കോടിയോ 1.5 കോടിയോ കയ്യിലുണ്ട്. 75 ലക്ഷം ആകട്ടെ, അത് ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കും. എന്തിനായി തരുന്നത്? വികസന പ്രവർത്തനത്തിനും അതോടൊപ്പം ഇല്ലാത്തവനെ കൂടി മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം തരുന്നത്. അപ്പൊ അത് കൊടുക്കുവാനുള്ള മനസ്സ്, ഇല്ലായ്മരെ കൂടി ഉയർത്തുവാൻ ഒരു മനസ്സ് ഉണ്ടാകണം. അതുകൊണ്ട് മാണിസാറിന് മകനോടൊന്ന് നമ്മുടെ മോൻസിയോട് പറയണം, പിള്ളേരെ നല്ലതല്ല, വളർച്ച നന്നാകണമെന്നുണ്ടെങ്കിൽ മോൻസി പരിഹരിച്ചോളാം. ഒരു 50 ലക്ഷം രൂപ അതിന്റെ മുകളിൽ കെട്ടാൻ ഒരു നില പറയാവുന്ന പാർക്കലാം പറയാം, അതെനിക്കും പറയാം, നടത്തിക്കോളാം. വേണ്ട, അത് ഞാൻ വെല്ലുവിളിക്കാണ്. എന്തുകൊണ്ട് കടച്ചോളിനെ തന്നു, അർത്തന്റെ പള്ളിയിലെ കൊടുത്തു? ഞാൻ പ്രസിഡന്റായിട്ടുള്ള അമ്പലത്തിന്റെ സ്കൂളിന്റെ ഫ്രണ്ടില് ഒരു നില സ്കൂൾ കിട്ടാനാണ് 16 രൂപ നൽകുന്നത്. AK ആന്റണി കൊടുത്തിരിക്കുന്നു. അവര് പറഞ്ഞില്ലേ, അവർക്ക് 2 ജൂറിസ്ഡിക്ഷൻ വേണ്ട, കൊടുത്തു. ഇതിപ്പോ ജൂറിസ്ഡിക്ഷനിലാണ്. അവർ ഈ പാവങ്ങൾ 4 കൊല്ലം ദരിദ്രവാസികൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഇതിന്റെ മുകളിൽ ഒരു വെണ്ടയ്ക്ക അക്ഷരത്തിൽ മാണിയല്ല, നമ്മുടെ ജോസ് കെ മാണി MP ഫണ്ട് എന്നുള്ള 6 വലുപ്പത്തിൽ എഴുതുകയൊക്കെ ചെയ്യും. ഏറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒരു കൈക ഞങ്ങൾ ധന്യരായി, സത്യത്തിൽ ധന്യരായി. കാരണം ഒരുപാട് വികസന പ്രവർത്തനത്തിലുള്ള സാധ്യതയുള്ള ഈ പ്രദേശത്ത് ഇതെല്ലാം ചെയ്തു തരേണ്ടത് ജനപ്രതിനിധികളായ പങ്കുണ്ട്. മോൺസി എന്നത് മുൻകൈ എടുക്കുന്നത് അറിഞ്ഞതിലും അല്പം എടുക്കുമെന്ന് പറഞ്ഞാൽ മാത്രമല്ല, പിന്നെ മോൺസി അത് വേറെ സാധ്യതയായിരിക്കും. ഇതെല്ലാം ചെറുപ്പക്കാരെ സെറ്റാണല്ല. ഈ സ്പോർട്സ് വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ ആരാണ്? അതാ പറഞ്ഞത്. ഗണേശൻ കുട്ടി ഉടുപ്പിട്ട് കിടക്കുന്ന പക്ഷിയുണ്ട്, അദ്ദേഹമാണ്. അതാ ചെറുപ്പക്കാരൊക്കെ ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഗണേശ അദ്ദേഹമായിട്ട് വലിയ കമ്പനിയാണ്.
ഗണേശ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ട് തരണമെന്ന് പറഞ്ഞാൽ എന്താ വിഷയം? സ്പോർട്സ് ഞാൻ ഒരുപാട് കാശ് ആ SM കോളേജിന് വേണ്ടിയിട്ട് ചെമ്പഴത്തിലും അവിടെ ഇവിടെയെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവൽ ചെയ്യാൻ 8 ലക്ഷം, അതുകൂടാതെ വേറെ ഒരു 10 ലക്ഷം, കോഴിക്കോട്, ഇങ്ങനെ ഒരുപാട് ഫണ്ട് കിട്ടുന്നുണ്ട്. ആ ഫണ്ട് ഒഴിച്ച് ഇതൊക്കെ നീയൊക്കെ അടിച്ച് നടത്താനുള്ള കാശൊക്കെ മനസ്സ് വേണം. മനസ്സ് വരക്കുണ്ട്, സന്മനസ്സിലേക്ക് വരുന്നില്ല. ആ സന്മനസ് വരാൻ നമ്മൾ ഇവരോടെല്ലാം നല്ല രീതിയിൽ പെരുമാറാനും, മോൺസിയെ പിടിച്ചാൽ മോൺസിയുടെ എല്ലാ മരുന്നും കയ്യിലുണ്ട്. ജ്വരത്തിനുള്ളതും പനിക്കുള്ളതും എല്ലാത്തിനുള്ളതും ഉണ്ട്. കാരണം അതിനുള്ള കെട്ടുബന്ധമുണ്ട് മോൺസിക്ക്. അത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ എന്ന നിലയിൽ മേടിച്ചു തരാനുള്ള ആർജവും ശക്തിയും അദ്ദേഹത്തിനുണ്ട്. അത് വാങ്ങിച്ചപ്പോൾ തന്നെ കൈ തരാനുള്ള തന്നെ വേറെ ആർക്കാണെങ്കിലും ഉണ്ടാകുമായിരുന്നു. എനിക്കാ കൈ തന്നിരിക്കുന്നത് ഇവിടത്തില്ല അല്ലെ പിന്നെ. അതുകൊണ്ട് മക്കളെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ വരാൻ എന്നെ ഏൽപ്പിച്ച കുമാരനാശാൻ മന്ദിരം നിങ്ങൾക്കെന്നും എനിക്ക് എന്നും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും ഞാൻ. കാരണം ഞാൻ കാവൽക്കാരനായിരിക്കുന്ന കുമാരനാശാൻ കസേരയുടെ കാവൽക്കാരനായിരിക്കുന്ന എനിക്ക് ഈ സൗധം ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചുള്ള സന്തോഷം. വിശ്വഭാരതി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിന് നാം എല്ലാം സാക്ഷ്യം വഹിക്കുകയാണ്. കുമാരനാശാൻ മന്ദിരം അഭിനന്ദനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അനുഗ്രഹീതമായ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനകരമാണ്. വലിയ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും അക്ഷീണം പ്രയത്നിച്ച സ്കൂൾ മാനേജ്മെന്റിനെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. മാനേജ്മെന്റ് ശ്രീ OK ശിവരാമൻ അവരുടെയും PTA പ്രസിഡന്റ് ശ്രീ KP ദേവദാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ SNDP യൂണിയൻ ശ്രീ AD പ്രസാദ് അരിശ്ശേരിയും ശ്രീ NK രമണനും യൂണിയൻ സെക്രട്ടറിയും അടക്കം, അതുപോലെ ശാഖയുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ, സ്കൂൾ മാനേജ്മെന്റിന്റെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ കെട്ടിട നിർമ്മാണം നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ സഹകരിച്ച എല്ലാവരെയും, നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി, കാരണം സ്കൂളിൽ ഓരോ നല്ല കാര്യം നടക്കുമ്പോഴും ഇവിടെ പഠിക്കാൻ വരുന്ന മുഴുവൻ കുട്ടികൾക്കുമാണ്, നാനാജാതി മതസ്ഥരായ മുഴുവൻ കുട്ടികൾക്കുമാണ് അതിന്റെ നന്മയുണ്ടാകുന്നത്. ഈ നാടിന് മുഴുവൻ അത് അനുഗ്രഹമായി തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഈ നല്ല പ്രവർത്തനത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അനുമോദനങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ നടക്കുന്നത് അഭിനന്ദനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ അനുഗ്രഹാശസ്സുകളും ശക്തമായ നേതൃത്വവുമാണ് എന്നുള്ളത് ഇവിടെ ശ്രീ പ്രസാദ് അരിശ്ശേരി സൂചിപ്പിക്കുകയുണ്ടായി. അത് നേരിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യവുമാണ്. അദ്ദേഹം എടുക്കുന്ന ശക്തമായ നിലപാടുകൾ, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശക്തമായി വിജയകരമായി തീരുന്നതിന് വേണ്ടിയാണ്, നീതിപൂർവമായി കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ്. ആ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഒത്തിരിയേറെ നന്മകൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട പല നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കുമാരനാശാൻ അദ്ദേഹത്തിന്റെ കസേരയുടെ കാവൽക്കാരനായി, സംരക്ഷകനായി ഇന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യബോധത്തിന്റെ, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ നിലപാടിന്റെ അടയാളമായി ഞാൻ കരുതുകയാണ്. ഞാൻ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഞാൻ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ വിമർശകരുടെ മുനയൊടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആ നിലപാടിന്റെ ശ്രേഷ്ഠത എന്നതിൽ സംശയമില്ല. കേരളം ആദരിക്കുന്ന മലയാളികൾ, ലോകം മുഴുവനുള്ള മലയാളികൾ ആദരിക്കുന്ന കുമാരനാശാൻ, അദ്ദേഹത്തിന്റെ കവിതകളിൽ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള ചരിത്രപരമായ മാറ്റിമറിക്കലുകൾ, സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ പുതിയ തലമുറ, പഠിച്ചു വളരുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായാണ് കുമാരനാശാന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്രയും ശ്രേഷ്ഠമായ നിലയിൽ ജനറൽ സെക്രട്ടറി നടത്തിയ വാക്കുകൾ ഞാനിവിടെ പ്രത്യേകം ഓർക്കുകയാണ്. ദീർഘമായി പ്രസംഗിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഈ സന്ദർഭത്തിൽ അത് ശരിയല്ലാത്തത് കൊണ്ട് ഞാനും ചുരുക്കുകയാണ്. കാരണം ഇനി നിരവധി പ്രസംഗർ സംസാരിക്കാനുണ്ട്. എനിക്കും 2-3 ചടങ്ങുകൾ, ഞാൻ സത്യത്തിൽ ടീച്ചറുടെ റിപ്പോർട്ടും
ഒക്കെ ഉൾപ്പെടെ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഞാനൊരു അനുവാദം നേരത്തെ വാങ്ങിച്ച് സംസാരിക്കുകയാണ്. കാരണം ഒഴവൂരിലൊരു ചടങ്ങ്, ഉദ്ഘാടന ചടങ്ങ് ഞാൻ 12 മണിയോടുകൂടി എത്താമെന്ന നിലയിലാണ് പറഞ്ഞിരുന്നത്. കുറച്ച് വൈകിയിട്ടുണ്ട്, എങ്കിലും അവിടെ ഉടനെ തന്നെ ഒന്ന് ചെല്ലേണ്ടതായിട്ടുണ്ട്. വിവിധ ചടങ്ങുകളിൽ ഈ സമയത്ത് തന്നെ പങ്കെടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. ഞാൻ ജനറൽ സെക്രട്ടറിയോട് അത് പറയുകയും അദ്ദേഹം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രിയങ്കരനായ ശ്രീ ജോസ് കെ മാണി MP ഫണ്ട് നൽകിക്കൊണ്ട് സ്കൂളിന്റെ വിവിധ ആവശ്യങ്ങളിൽ സഹായിക്കേണ്ട ആവശ്യകത അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പ്രിയപ്പെട്ട മാനേജരോട് ചോദിക്കുകയുണ്ടായി. ഇവിടെ അത് സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തപ്പോൾ കുടിവെള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ആവശ്യങ്ങളിലാണ് MP ആ വർഷം പ്രയോറിറ്റി കൊടുത്തത്. ഇപ്രാവശ്യത്തെ അതിന് പരിഗണിക്കാം എന്ന നിലയിലാണ് പറഞ്ഞിരുന്നത്. അതിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. ഞാൻ ജനറൽ സെക്രട്ടറിയുടെ പറഞ്ഞു, അദ്ദേഹത്തിന് കൈയും കൊടുത്തു. അപ്പൊ ഇനി നടത്തുക എന്നുള്ളത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും പാലിക്കുന്നതാണ്. ആദരണീയനായ KM മാണി സാറ് ഇന്നലെ ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ഒരു ചടങ്ങിലുണ്ടായിരുന്നു. വളരെയേറെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും മാന്യമായി, ഏറ്റവും സ്നേഹപൂർവ്വമായി കാര്യങ്ങൾ ചെയ്യുവാൻ നേതൃത്വം കൊടുക്കുന്ന മാണി സാറിന്റെ അനുഗ്രഹാശിസ്സുകളും ഇക്കാര്യങ്ങളിലുണ്ട്. പ്രിയപ്പെട്ട ജോസ് കെ മാണി MP-യുമായി ഇന്ന് തന്നെ തീർച്ചയായും സംസാരിക്കാം. അദ്ദേഹവും ഇക്കാര്യങ്ങളിലെല്ലാം സഹായിക്കാൻ മനസ്സുള്ള ജനപ്രതിനിധിയാണ്. MP ഫണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ പരമാവധി ലഭ്യമാക്കുക എന്നുള്ളത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയാസ് കുതിരവേലിയും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മണിലാലും മറ്റു ജനപ്രതിനിധികളും ഒക്കെ ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരും ഇക്കാര്യത്തിൽ ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ്. നീണ്ടൂർ വിശ്വഭാരതിയുടെ കാര്യത്തിലാണെങ്കിൽ അതിൽ പിന്നെ ഒരു ചർച്ചയുടെയും ആവശ്യമില്ല. കഴിയുന്നിടത്തോളം ഫണ്ട് കൊടുക്കുക എന്ന് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ നാടിന്റെ പൊതുസ്വത്തായി നമ്മുടെ ഈ വിദ്യാലയം തലയുയർത്തി നിൽക്കുകയാണ്. അതിൽ അഭിനന്ദനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ഇവിടെ നിർദ്ദേശിച്ചത് പ്രകാരം ഈ സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് 50 ലക്ഷം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് പറഞ്ഞത്. കാരണം ഇത് നമ്മൾ നേരിട്ട് കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് കൃത്യം വിവരം പറയാം. പക്ഷേ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി കഴിവിന്റെ പരമാവധി അദ്ദേഹം MP ഫണ്ടിൽ നിന്നും നമുക്ക് ഈ വർഷം അനുവദിക്കാൻ കഴിയുന്ന പരമാവധി ഫണ്ട് അനുവദിച്ചു തരുന്നതിന് ജോസ് കെ മാണി MP-യുമായി സംസാരിച്ച് തീർച്ചയായും അദ്ദേഹം ഏതെങ്കിലും സന്ദർഭത്തിൽ സ്കൂളിൽ വന്ന് തന്നെ ഇക്കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനുള്ള തീരുമാനം ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബഹുമാനായ സ്പോർട്സ് മിനിസ്റ്റർ ശ്രീ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉള്ള ഫണ്ട് സ്കൂളുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ കൊടുക്കാൻ പോവുകയാണ്. അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ അത് ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും ഏതെല്ലാം സ്കൂളുകളാണ് എന്നുള്ളത് മന്ത്രിയുടെ തലത്തിൽ തീരുമാനിക്കുന്നതാണെങ്കിലും കടുത്തുരുത്തി അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയം എന്ന നിലയിൽ ഈ സ്കൂളുകളുടെ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട്, സ്പോർട്സ് വകുപ്പ് മുഖാന്തരം കൊടുക്കുന്ന ഫണ്ട് തീർച്ചയായും നീണ്ടൂർ വിശ്വഭാരതി സ്കൂളിന് അനുവദിച്ചു തരുവാൻ ഈ മണ്ഡലത്തിന്റെ MLA എന്ന നിലയിൽ ഈ സ്കൂളിന്റെ, നമ്മുടെ വിശ്വഭാരതി സ്കൂളിന്റെ കാര്യത്തിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗവൺമെന്റ് ലെവലിൽ തീരുമാനം എടുക്കുന്നതിന് മന്ത്രി ഗണേഷ് കുമാറുമായി സംസാരിച്ച് ക്രമീകരണം ഉണ്ടാക്കും എന്നുള്ളതും നിങ്ങളെ അറിയിക്കുകയാണ്. ജനറൽ സെക്രട്ടറി എന്നോട് പറഞ്ഞ 2 കാര്യങ്ങളിലും ഞാൻ അതിന്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പോയാലും നിങ്ങൾ എന്നോട് പിണങ്ങിയില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. നമുക്കറിയാം, സമുദായ നേതൃത്വത്തിലും കേരളത്തിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും വിവിധ ജനപ്രതിനിധികളെയും വിവിധ പാർട്ടിയിൽപ്പെട്ടവരെയും ഒക്കെ പരിഗണിക്കേണ്ടതായിട്ട് വരും. എല്ലാവരോടും ഒരു സ്നേഹപൂർവ്വമായ പരിഗണന കാണിക്കുക എന്നുള്ളത് ഇതുപോലെ സ്ഥാനങ്ങളിൽ വരുന്നവരുടെ കടമയുമാണ്. അതിനിടയിൽ നമുക്കെല്ലാം ഓരോരുത്തരും പരിഗണന കിട്ടാൻ വേണ്ടി വ്യക്തിപരമായി നടത്തുന്ന ശ്രമങ്ങൾ അതും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ പരിഗണന കിട്ടുക എന്ന് പറയുന്ന ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പൊതു നിലപാട് നിഷ്പക്ഷമായി സ്വീകരിക്കുമ്പോഴും അതിനോടൊപ്പം വ്യക്തിപരമായി വലിയൊരു സ്നേഹം ലഭിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ സ്നേഹവും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനത് നന്ദിപൂർവ്വം ഇവിടെ പറയുവാനും ആഗ്രഹിക്കുകയാണ്. പിന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സ്നേഹവും സഹകരണവും അത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ യൂണിയന്റെ അടുത്തുരുത്തിലെ സമ്മേളനത്തിൽ ഞാൻ പറയുകയുണ്ടായി. സ്വാഭാവികമായും നമ്മളെല്ലാം പല പാർട്ടിയിൽപ്പെട്ടവരായിരിക്കാം. രാഷ്ട്രീയമില്ലാത്ത ഭൂരിപക്ഷം വരുന്ന ജനത നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. വ്യത്യസ്തമായ സമീപനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. അവരവരുടെ നിലപാടിൽ നാം എല്ലാം അടിയുറച്ചു നിൽക്കുമ്പോഴും മുന്നോട്ട് പോകുമ്പോഴും അതിനൊക്കെ അതീതമായി വ്യക്തിപരമായ സ്നേഹം ഒത്തിരിയേറെ ആളുകൾ കാണിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു സ്നേഹപൂർവ്വമായ നിലപാട് ഇവിടെ ജനങ്ങൾ കാണിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം
ഇതുവരെയുള്ള പ്രവർത്തന രംഗത്ത് ജനങ്ങളുടെ ഒരു സംരക്ഷണയിൽ പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി നീഴൂർ വിശ്വഭാരതി സ്കൂളിന് വേണ്ടിയും നമ്മുടെ നാടിന്റെ പൊതുപ്രശ്നങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ വിശ്രമമില്ലാതെ ഇതുവരെ മുന്നോട്ട് പോയതുപോലെ ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രവർത്തന രംഗത്ത് നേതൃത്വപരമായ പങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു സുഹൃത്തിനെ പോലെ സഹകരിച്ച് നിൽക്കാനുള്ള ഒരു മനോഭാവം മാത്രമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് നാളുകളിലും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഇവിടെ ബസ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങൾ വളരെ സച്ചിദാനന്ദ സാറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ 96 വന്നപ്പം ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞു ബസ്സിന്റെ കാര്യം സച്ചിദാനന്ദ സാർ അങ്ങനെ എപ്പോഴും പറയുന്ന കൂട്ടത്തിലാണല്ലോ, വസ്തുത തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ബുദ്ധിമുട്ടുകളുണ്ട്. സ്കൂളിൽ നിന്നുണ്ട്. പഞ്ചായത്തിൽ യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. എല്ലാ ജനപ്രതിനിധികളും ഒരുപോലെ നിൽക്കുകയാണ്. ഞാനതിൽ ഇപ്പോൾ ബഹുമാനായ മന്ത്രി ശ്രീ TM ജയിക്കുമായി സംസാരിച്ചു. അദ്ദേഹം കൂത്താട്ടുള്ളത് ഓപ്പറേറ്റിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നീഴൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്തുരുത്തി നീഴൂർ അലഞ്ഞി എന്ന നിലയിലോ പിറവുമായി കണക്ട് ചെയ്തൊക്കെ വിവിധ KSRTC സർവീസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഗവൺമെന്റ് ലെവലിൽ എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിലുള്ള നടപടികൾ ഉണ്ടാകും. ഏതാനും ബസ്സുകൾ കൂടി നമുക്ക് ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള പരിഹാര നടപടികൾക്ക് സാഹചര്യമുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞാൻ അവസരത്തിൽ അറിയിക്കുന്നു. മഴ മാറാതെ നമുക്ക് പിന്നെ വാതിക്കലൂടെയുള്ള റോഡ് ഞങ്ങൾക്ക് വീതി കൂട്ടി നമ്മൾ എടുത്തു, മെറ്റലിംഗ് നടത്തിയിട്ടിരിക്കുകയാണ്. മഴ മാറാത്തതുകൊണ്ടാണ് ടാറിംഗ് തുടങ്ങാത്തത്. മഴ മാറിയാൽ അപ്പോൾ തന്നെ ഏറ്റവും നല്ല നിലയിൽ വീതി കൂട്ടി കുട്ടികൾക്കെല്ലാം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നീഴൂർ എലഞ്ഞി റോഡിന്റെ പണിയും പൂർത്തീകരിക്കുന്നതാണ് എന്നുകൂടി ദിവസങ്ങളിൽ അറിയിക്കുന്നു. ഇവിടെ അടിക്കടി ഓരോ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനൊക്കെ പല രീതിയിലും നമ്മളുടെ ബഹുമാന്യനായ MLA സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇവിടെ എല്ലാ നാട്ടുകാരുടെയും സഹായത്തോടെ സഹകരണത്തോടെ ഇവിടെ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാനും സാധിക്കുന്നുണ്ട്. എനിക്ക് പറയുവാനുള്ളത് മറ്റൊന്നുമല്ല. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പോകും. പക്ഷേ എൻ്റെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്നേഹവും താല്പര്യവും ലഭിച്ചില്ലെങ്കിൽ അത് പരിഹരിക്കുവാൻ വീണ്ടും ഒരു 2 വർഷം കൂടി +2 വരെ നിങ്ങൾക്ക് ആ സ്നേഹവും വാത്സല്യവും തരുവാനായിട്ട് നിങ്ങളുടെ അധ്യാപകരും അധ്യാപികമാരും മാതാപിതാക്കളെ പോലെ ഈ സ്കൂളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 100 മേനി വിജയം ഉണ്ടാക്കുവാൻ നിങ്ങൾക്കൊക്കെ സാധിച്ചിരിക്കുന്ന യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കോളേജ് കുമാരന്മാരായിരുന്നു. പക്ഷെ ഇവിടെ ആ 2 വർഷവും കൂടി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഭാവിയിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകണം, നിങ്ങളുടെ മറ്റ് സഹോദരങ്ങളെ, മൂത്ത സഹോദരങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ, ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ആളുകളെ പറ്റി ചിന്തിക്കുവാൻ 2 വർഷം കൂടി നിങ്ങൾക്ക് ഈ സ്കൂളിൽ തന്നെ അവസരം ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ ഭാവിയെ ചിട്ടപ്പെടുത്തുവാനും അതനുസരിച്ച് നല്ല രീതിയിൽ നല്ല യുവാക്കളും യുവതികളുമായിട്ട് നിങ്ങൾക്ക് ആയിത്തീരുവാനും ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ ഓരോ സ്റ്റേജസും മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും വിദ്യാഭ്യാസ ജീവിതവും അതുപോലെ തന്നെ മറ്റ് ഉന്നത രീതിയിലുള്ള ജീവിത മാർഗങ്ങളും ഒക്കെ തേടുവാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂട്ടായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആദരണീയനായ SNDPO ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ നേതൃത്വത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞല്ലോ പല പ്രസ്ഥാനങ്ങളുടെയും മാനേജരാണെന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം SN ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിരുന്നു. SN ട്രസ്റ്റിന് ഒരുപാട് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, SN കോളേജ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ തലങ്ങളിലായാലും കോളേജ് തലങ്ങളിലായാലും അതിന്റെയൊക്കെ മാനേജരാണ് അദ്ദേഹം. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന് തുല്യമായ സിംസ് ശങ്കേഴ്സ് ഹോസ്പിറ്റലിന്റെ മാനേജരാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ എല്ലാ നിലകളിലും SNDPO പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മാനേജരാണ്. ഈ 2 സ്ഥാനങ്ങളും അദ്ദേഹം വഹിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി നമ്മുടെ ആദരണീയനായ SNDPO ജനറൽ സെക്രട്ടറിക്ക് ചെയ്യുവാൻ കഴിയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം നേതൃത്വത്തിൽ വന്നതിന് ശേഷം ചെയ്തത്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ മെയിൻ്റനൻസ് നടത്തി, ശുചിത്വത്തോടുകൂടി നല്ല രീതിയിൽ മെയിൻ്റനൻസ് നടത്തി അതിനൊരു ഉയർച്ച അദ്ദേഹം വരുത്തി തീർത്തിട്ടുണ്ട്.